ഓക്കെ, അപ്പൊ ലീപ്പ് ഇയറിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിക്കുക. എ ലീപ്പ് ഇയർ ഈ സെലക്ടഡ് അറ്റ് റാൻഡം. ഒരു ലീപ്പ് ഇയർ നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് കണ്ടെയ്ൻസ് 53 ഫ്രൈഡേസ്? 53 വെള്ളിയാഴ്ചകൾ ഒരു ലീപ്പ് ഇയർ ഉള്ള ഒരു വർഷത്തിൽ ഉണ്ടാകുമോ ഇല്ലയോ, അത് കിട്ടാനുള്ള സാധ്യത എത്ര? ആദ്യം നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ നോർമൽ ഇയർ നോക്കാം. ഇൻ എ നോൺ ലീപ്പ് ഇയർ എത്രയാണ്? 365. അപ്പം നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ലീപ്പ് ഇയർ എത്രയായിരിക്കും? 365 plus 1, that is 366 days. ഓക്കെ, അതായത് ലീപ്പ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി 28 കിടന്നത് എത്രയാവും? 29. ദാറ്റ് മീൻസ് ഒരു ദിവസം കൂടും. അപ്പൊ സാധാരണ 365 ദിവസമാണെങ്കിൽ ഇത് എത്ര ദിവസമായും? 366 ദിവസവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്പർ ഓഫ് വീക്സ് ഇൻ ദിസ് ഇയർ. ഈ ഇയറിലെ നമ്പർ ഓഫ് വീക്സ് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്തോന്ന് ചെയ്യണം? 366നെ ഒരു വീക്ക് എന്ന് വെച്ചാൽ എത്ര ദിവസമാണ്? 7 ദിവസം. ആ 7 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം. 366 ഡിവൈഡഡ് ബൈ 7. 36ൽ 7 എത്ര പ്രാവശ്യമുണ്ട്? 5 പ്രാവശ്യം. ദാറ്റ് ഈസ് 35. ബാലൻസ് 1. അടുത്ത 6നെ എടുത്ത് എഴുതി. 16ൽ 7 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. അതെത്രയാണ്? 14. ശിഷ്ടം എത്ര വന്നു? 2. അതായത് 52 വീക്സും ആൻഡ് 2 ഡേയ്സ്. റിമൈൻഡർ എന്താണോ വരുന്നത് അത്രയും ദിവസം കൂടെ നമുക്ക് ബാക്കിയുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം. അപ്പം 52 ആഴ്ചകളും 2 ദിവസവും ഉണ്ട്. ഇനി അടുത്ത ഒരു കാര്യം, ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? 7 ദിവസം. അപ്പം ഒരാഴ്ചയിൽ ഒരു തിങ്കളാഴ്ച ഉണ്ടെങ്കിൽ 2 ആഴ്ചയിൽ എത്ര തിങ്കളാഴ്ച ഉണ്ടാവും? 2 തിങ്കളാഴ്ച. അങ്ങനെയാണെങ്കിൽ ഒരു മാസം 4 ആഴ്ച ഉണ്ടെങ്കിൽ എത്ര തിങ്കളാഴ്ചയെങ്കിലും മിനിമം വേണം? 4 തിങ്കളാഴ്ചയെങ്കിലും വേണം. അപ്പൊ 52 വീക്സ് ഉണ്ടെങ്കിൽ ഇവിടെ ടോട്ടൽ എത്ര ഫ്രൈഡേ ഉണ്ടായിരിക്കും ഈ ക്വസ്റ്റ്യനിൽ? അതനുസരിച്ച് ഒരു വർഷം എത്ര ഫ്രൈഡേ ഉണ്ടായിരിക്കും? 52 ഫ്രൈഡേ ഉണ്ടായിരിക്കും. അപ്പം ഈ പിന്നുള്ള 2 ദിവസം, റിമൈനിങ് ഡേ എത്ര ദിവസമാണുള്ളത്? 2 ദിവസമാണുള്ളത്. ഈ 2 ദിവസം ഏതൊക്കെ തരത്തിൽ വരാം? ഇപ്പോൾ ഒരു ഫെബ്രുവരി അല്ലെങ്കിൽ ഒരു മാർച്ച് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു ഞായറാഴ്ച എങ്ങനെയായിരിക്കും തുടങ്ങുന്നത്? അത് തീരുന്നത് കറക്റ്റ് ഒരു 4 ആഴ്ച കറക്റ്റ് കഴിയുമ്പോഴേക്കും ഒരു ശനിയാഴ്ച ആയിരിക്കും അത് തീരുന്നത്? ആയിരിക്കൂല. അത് അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് അത് പിന്നെ വേറെ ദിവസമാണ്. ചിലപ്പം ഈ മാസം തന്നെ എൻ്റെ വരുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ ഒരു തിങ്കളാഴ്ച ആയിരിക്കും തീരുന്നത്. ഇന്ന ദിവസം നമുക്ക് തീരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവസാനത്തെ ആ ഒരു ദിവസം അത് ഏത് ദിവസമായിരിക്കാം എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് റിമൈനിങ് ഡേയ്സ്, റിമൈനിങ് ആയിട്ടുള്ള 2 ദിവസങ്ങൾ അതെങ്ങനെ കണ്ടെത്തണം പറഞ്ഞുതരാം. 2 കൺസിക്യൂട്ടീവ് ഡേയ്സും കൂടെ ആയിരിക്കും. അതായത് 2 ദിവസം ബാക്കിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം വളരെ അടുത്ത ദിവസങ്ങളായിരിക്കും. ഇന്ന് തിങ്കളാഴ്ച ആണെങ്കിൽ അതിന്റെ തൊട്ടടുത്ത ദിവസം ചൊവ്വാഴ്ച ആയിരിക്കും, അല്ലാതെ വെള്ളിയാഴ്ച കയറി വരില്ല. കൺസിക്യൂട്ടീവ് ആണ് ദിവസങ്ങൾ. ഓക്കെ, അപ്പം ആ റിമൈനിങ് ആയിട്ടുള്ള ഡേയ്സ് എത്ര പെയറുകൾ വരാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പെയർ സൺഡേ മൺഡേ. സെക്കൻഡ് പെയർ മൺഡേ ആൻഡ് ട്യൂസ്ഡേ. തേർഡ് പെയർ ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ. ഫോർത്ത് വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ. Thursday and Friday. Friday and Saturday. Saturday and Sunday. എത്ര പേരുണ്ട്? 1 2 3 4 5 6 7. ഓക്കെ, അപ്പൊ എത്ര പെയർ ഓഫ് ഡേയ്സ് കാണുമായിരിക്കും ടോട്ടൽ? അതായത് 52 വീക്കും കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് മൺഡേ കിട്ടാനുള്ള സാധ്യതയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അവിടുത്തെ പ്രോബബിലിറ്റി നമ്മൾ എടുക്കുമ്പോൾ ഇത് എത്ര പേരുണ്ടെന്ന് നോക്കുക. അത് എത്രയാണ് പേർ വന്നിരിക്കുന്നത്? 7 ആണ്.
ഇനി ഇതിൽ നമുക്ക് ഏത് വരണം? 53 ഫ്രൈഡേ വരണം. ഓൾറെഡി 52 ഫ്രൈഡേ നമുക്ക് കിട്ടി. ഇനിയുള്ള 2 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഫ്രൈഡേ വരുമോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കേണ്ട. അതെങ്ങനെ കിട്ടും? അത് ഇവിടുന്ന് കിട്ടും. ഓക്കെ, ഇതിൽ നോക്കാം ഫ്രൈഡേ വരുന്നത് ഏതൊക്കെ. അതാണ് ഈ 5-ാമത്തെ ഇതിലും വരും, ഇതിലും വരും. അതായത് തേഴ്സ്ഡേ ഫ്രൈഡേയും ഫ്രൈഡേ സാറ്റർഡേയും. അപ്പൊ ഫ്രൈഡേ വരുന്നത് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ നമുക്ക് ഇത് എത്രയെന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 53 ഫ്രൈഡേയ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എത്ര പെയർ ഓഫ് ഡേയ്സ് വരാനായിരുന്നു സാധ്യത? 2 ഡിവൈഡഡ് ബൈ 7. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, എന്തുകൊണ്ട് 2/7 ആയി? എന്തുകൊണ്ട് ഇതിനെ മാത്രം കൺസിഡർ ചെയ്തു? ഈ ഇത്രയും ദിവസം നമുക്കുണ്ട്. അപ്പം 52 ആഴ്ച ഉറപ്പായിട്ടും കിട്ടി. ഇവിടെ 52 ആഴ്ചയും ഉറപ്പായിട്ടും അവിടെ വെള്ളിയാഴ്ച ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം 52 ദിവസം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. കാരണം ഒരു വർഷത്തിൽ 52 ആഴ്ചകളുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ഒരു മാസം തന്നെ എടുക്കുക. ഈ ഒരു ഫെബ്രുവരിയിൽ തന്നെ എത്ര ആഴ്ചകളുണ്ട്? 4 ആഴ്ച കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഈ 4 ആഴ്ചയിൽ എന്തായാലും ഉറപ്പായിട്ട് 4 വെള്ളിയാഴ്ച വന്നിരിക്കണം. കാരണം ഒരാഴ്ചയിൽ ഒരു തിങ്കൾ തൊട്ട് ഒരു ശനി, ഒരു ഞായർ, ഒരു ചൊവ്വ, ഒരു വ്യാഴം, ഒരു വെള്ളി, ഒരു ബുധനാഴ്ച ഒക്കെ വരണം. എങ്കിലല്ലേ ഒരാഴ്ച ആവത്തുള്ളൂ. അപ്പൊ 52 ആഴ്ചകളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് 52 ഫ്രൈഡേ ഉണ്ടായിരിക്കണം. പിന്നെ റിമൈനിങ് വരുന്ന 2 ദിവസം അവിടെയാണ് പരിപാടി. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഈ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുകളിൽ കിട്ടുന്നത് നമ്മുടെ വീക്സും താഴെ കിട്ടുന്നത് റിമൈനിങ് ഡേയ്സും ആണ്. ഇതനുസരിച്ചാണ് ബാക്കി പരിപാടി മൊത്തം ഇരിക്കുന്നത്. അപ്പൊ ഈ കിട്ടുന്ന 2 ദിവസം ഏതൊക്കെ രീതിയിൽ വരാം? അത് കൺസിക്യൂട്ടീവ് ആയിരിക്കും. ഇയറിന്റെ കേസിൽ ആലോചിക്കുക, ഡേയ്സ് നമ്മൾ കൂട്ടുന്ന സമയത്ത് അത് കൺസിക്യൂട്ടീവ് ആയിരിക്കും. ഞായറാഴ്ച കഴിഞ്ഞ് നേരെ ചൊവ്വാഴ്ച ഒന്നും കയറി വരില്ല. ഞായറാഴ്ച കഴിഞ്ഞാൽ തിങ്കളാഴ്ച വരും. ഓക്കെ, അപ്പൊ ഞായർ, തിങ്കൾ ചൊവ്വ, ബുധൻ വ്യാഴം, ഫ്രൈഡേ സാറ്റർഡേ സൺഡേ. അങ്ങനെയായിരിക്കും പേര് കിടക്കണം. അത് എത്ര തരത്തിലുണ്ട് ഇവിടെ? 1 2 3 4 5 6 7 തരത്തിലുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ തന്നെ എത്ര തരത്തിലുള്ള ഫ്രൈഡേ ഉള്ളത്? 2 എണ്ണം. അത് ഏതൊക്കെയാണ്? തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ ആൻഡ് ഏതല്ലേ ഇത്? സാറ്റർഡേ. ഓക്കെ, അപ്പൊ 2 തരത്തിൽ ഫ്രൈഡേ വരുന്ന കേസുകൾ 2 എണ്ണേ ഉള്ളൂ. അത് നമ്മളവിടെ എഴുതി 2/7 ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പൊ ലീപ് ഇയർ ആണെങ്കിൽ 366, നോർമൽ ഇയർ ആണെങ്കിൽ 365. ആൻഡ് സബ്സ്ക്രൈബ് ദിസ് യൂട്യൂബ് ചാനൽ. ആൻഡ് ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ട്. ബെർണോളിസ് തിയറം ആൻഡ് ടോർസറീസ് ലോ അതിനകത്തുണ്ട്. പിന്നെ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇനി വരും. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിള്ളേരെ നല്ല രീതിയിൽ പഠിക്കണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഉറങ്ങുക, റെസ്റ്റ് എടുക്കുക, പഠിക്കുക. Bye.